അപ്പം ഞാന് പറഞ്ഞു വന്നത് എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് കൊറേ ആയി പറയണം വിചാരിച്ചിട്ട്. അപ്പോ ഐ ലവ് യു. Oh shit. Here we go again. പിന്നല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. എന്നെ അവിടെ കാണാനാ അല്ലേ? ഇങ്ങനെ ആ ഇൻസ്റ്റയിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്നാണത് പച്ചക്കുതിരയാ? ആ മോളെ, നീ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് നീ മറ്റേ എങ്ങോട്ടാ ഓയൊക്കെ അങ്ങോട്ടേലും പോകണമെന്ന് നീ പറഞ്ഞായിരുന്നാ? ഒരു ഉരുളക്കിഴങ്ങിന്റെ അടുത്ത്. ആ അയ്യോ ഈശ്വര, ഇപ്പൊ എവിടെയാ മോളെ? എവിടെയാ? വീട്ടിലാണോ ഓയലാണോ? വീട്ടില്. കുഴപ്പമില്ല. ലൈവ് ഒന്നുമല്ല, ഞാൻ ചുമ്മാ അറിയതാ. ലൈവല്ലല്ലോടാ, വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിക്കാം, അവനെ പോലെ ഞാൻ കള്ളനല്ല. ഞാൻ ലൈവ് ആണേലാണ് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. ഞാൻ ലൈവ് അല്ല. ഞാനില്ലേ ഈ മറ്റേ ഒരു കാര്യം പറയാം. ഈ പച്ചക്കുതിരയിലടി നമ്മുടെ പുലിയിലൊക്കെ വരുന്ന അത് നിന്നെ നോക്കുന്നല്ല. ഞാൻ കാര്യം ഒരു സംഭവം പറഞ്ഞുതരാ, അറിയത്തില്ലേ? അത് നമ്മുടെ വീട്ടിന്റെ അകത്ത് കയറി കഴിഞ്ഞാ പൈസ വരുന്നൊക്കെയാ പറയുന്നത്. അപ്പൊ നീ കയറുന്ന വീട്ടിലൊക്കെ പൈസ വരുവോ? അല്ല അറിയാത്തോണ്ട് ചോദിച്ചാ? നീ അങ്ങോട്ടും പോകുന്നില്ല. മതി, ഞാൻ ചുമ്മാ ഇവിടെ നിന്നെ എത്ര നേരം ഞങ്ങള് സ്കാം ആക്കുമായിരുന്നു, മനസ്സിലായ? ഞാൻ ലൈവാ, 300 വാച്ചിങ് ഉണ്ട്. ഓക്കെ, കുറച്ച് നമ്മള് എയറിൽ നിൽക്കുന്നവരെ നമ്മൾ സഹായിക്കണം. ഒന്നും കൂടി അവരിങ്ങനെ കേറ്റണം, മനസ്സിലായി? ഇപ്പൊ കേട്ടല്ലോ, ഇനിയൊന്നുമില്ലല്ലോ. ഞാൻ എയറിൽ നോക്കിയില്ലല്ലോ. ഇനി ആകെ ചാറ്റില് പച്ചക്കുതിര എന്ന് മാത്രം പറയുന്നു, വേറൊന്നും പറയുന്നില്ല. ഹലോ, ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? ഇരിക്കുന്നു, കൊള്ളാം. പേരെന്താടാ? പാർവണ. അവളുടെയോ? ചോദിക്കും. A few moments later. നല്ലതായിട്ട്. ഇപ്പൊ എത്ര നേരം ഇപ്പൊ മേളിൽ കയറി ഇരിക്കുന്നത്? 10 മിനിറ്റ് ആയി. എടാ ഞാനുണ്ടല്ലോ, ഞാൻ ഈ ഒമേകളിൽ 4 മാസമായി കേട്ടാ കയറി കറങ്ങുന്ന. പക്ഷെ നിങ്ങളെപ്പോലത്തെ ഐ മീൻ ഇത്രയും ഭംഗിയുള്ള 2 പെമ്പിളേരെ കണ്ടിട്ടില്ല ഞാൻ അതില്. കാര്യത്തറാ ഐ മീൻ അതെനിക്ക് അങ്ങനെ മനസ്സിലായെന്നറിയാം. നിങ്ങൾ ചിരിക്കണ്ട. ഈ ഒരു ഇത്രയും ടൈമിന് ഞാൻ എല്ലാവരോടും സംസാരിച്ച് മര്യാദക്ക് സംസാരിച്ചു. പക്ഷെ എനിക്ക് നിങ്ങളെ നോക്കിയിട്ട് സംസാരിക്കാൻ കിട്ടുന്നില്ല. ഐ മീൻ സോ മച്ച് ബ്യൂട്ടി. ഹലോ, പേരെന്താ? ആദിത്യ. പഠിക്കുകയാണോ? ആഹാ, എത്ര പഠിക്കുന്നത്? ഏവിയേഷൻ ഫസ്റ്റ് കഴിഞ്ഞു. കൊള്ളാം. ഞാൻ നിന്നോടൊരു സീക്രട്ട് ചോദിക്കട്ടെ? ആ സീക്രട്ട് നിനക്ക് മാത്രമേ ഉള്ളൂ? നിന്റെ ബ്യൂട്ടിയുടെ സീക്രട്ട് എന്താ? നിനക്കറിയും, അതുകൊണ്ട് വെച്ചാ. ഞാനിപ്പോ പഠിക്കുന്നില്ല സത്യം പറഞ്ഞാ. ഞാൻ കണ്ടന്റ് ക്രിയേഷനും ചെറിയ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് അതുമായിട്ട് ഇങ്ങനെ പോകുന്ന ഞാൻ പഠിപ്പ് വെച്ച് ഡ്രോപ്പ് ഔട്ട് ആക്കിയതാ. അതെ. എങ്ങാനും ഭാവിയിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിന്നെ എനിക്ക് നല്ലപോലെ നോക്കണ്ടേ? അല്ല, അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞ എനിക്ക് ഏജ് കുഴപ്പമില്ല. അതെ, നിനക്ക് പക്ഷെ കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ചിരി കണ്ട എനിക്ക് മനസ്സിലായേ. എത്ര ലൈക്ക് ആവുന്നു? എവിടെ? ഇൻസ്റ്റൊന്നുമില്ല. വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ട. അല്ല, പേരെന്താ? വേദ. വേദ പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യുന്ന? എന്തെയ്യുന്നു വേദ? എന്റെ അർജുൻ. അർജുൻ. ഞാൻ അത് വിളിക്കണില്ല.
ഞാനിപ്പോ ബ്ലഷറിനായിരിക്കും വെയിറ്റ് ഓ മൈ ഗോഡ് ഞാൻ ചോത്തതാ ബ്ലഷ് അടിച്ചു ആടി ചോത്തടി ഞാൻ എന്താ നോക്കടാ ഓക്കെ. എടാ ഞാൻ നിന്റെ അടുത്ത് കൊറേ കാലമായിട്ട് ഒരു കാര്യം പറയാൻ വിചാരിച്ചു. നിന്റെ റീലൊക്കെ കാണുമ്പോ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. മെസ്സേജിന്റെ റിപ്ലൈ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ. അപ്പം ഞാന് പറഞ്ഞു വന്നത് എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കൊറേ ആയി പറയണം വിചാരിച്ചിട്ട്. അപ്പോ ഐ ലവ് യു. ഉള്ള തന്നെയാണോ അതോ നീ സ്ക്രിപ്റ്റിന് പറയുന്ന? അയ്യോ എനിക്ക് വയ്യ മുത്തേ. ബ്ലഷായി കേട്ടോ ഞാൻ, സത്യം പറയാലോ. കുരുവി എന്നാ മോളെ ആടി എപ്പോഴാടി കണ്ടേ? ഇതെടുത്തിട്ടത് എന്റെ തെറ്റ്. എന്നാ മോളെ സുഖല്ലേ? ഓ പിന്നെ ഓ ഇങ്ങനെ ഹാപ്പി പോന്ന്. അവിടെയോ? അല്ലേ പിന്നെ കഴിച്ചില്ല. 3 days later. നിന്റെ വീടിന്റെ മേലത്തെ കല്ല് താഴെ കൊണ്ട് നിന്റെ തല പൊട്ടി തെറിക്കൂടി. നീ ചത്തുകൂടി നീ. വാർപ്പോടെ ഇളകി അങ്ങ് വേട്ടോ നിന്റെ തലയില്. ഉറപ്പാണ്. തലയില് വേണ്ട, നിന്റെ പീസിലേക്ക് വീഴും. പാലക്കാട് നെന്മാറ. ഓക്കെ. വൃത്തികെട്ട പേര് എന്റെയാ മോളെ. എന്റെ പേര് വൃത്തികെട്ടതാ. A few moments later. നിനക്കൊക്കെ നാണമില്ലേടി പെണ്ണ? നിനക്ക് വഴി പോകുന്നവരുടെയും വരുന്നവരുടെ ഒക്കെ ഊക്ക് വാങ്ങ. പക്ഷെ എനിക്ക് ഊക്കാവുന്നില്ല. ഇത്രയും ഭംഗിയുള്ളൊരു പെങ്കൊച്ചിനെ നിനക്കൊക്കെ എങ്ങനെയാടാ ഊക്കാൻ തോന്നുന്ന അതിന്റെ മക്കളെ? എങ്ങനെ കുരുവിനി എങ്ങനെ കുരുവിന്ന് പേരിടാൻ തോന്നി നിനക്ക്? അത് പണ്ട് സ്കൂളിൽ നിന്നുള്ള പേരാടാ, പിള്ളേർ വിളിച്ച പേരാ. ഞാൻ അങ്ങ് ഏറ്റെടുത്തു. സത്യം പറഞ്ഞ നിന്നെ കോഴി എന്നല്ലേ വിളിച്ച? നീ അതിനെ കുരുവി ആക്കിയതല്ലേ? മീശ പോലും ഇല്ല നാരിക്ക്. കൊണകോട്ടാ 17 വയസ്സുള്ള ചെറുക്കനെ മീശ വന്നില്ലെങ്കിൽ എന്താ വലിയ അത്ഭുതമാണോ അത്? നീയല്ലാടാ 21. അത് വെറുതെ പറയല്ലോ. സാറല്ല മീശയും താടിയും വരുമ്പോഴേക്ക് മുടി പോയി പോകും. എന്റെ മുടി പോയ നിന്റെ ഇപ്പൊ തന്നെ പോയി. അതാ ഒരു മറ്റേ ഹൈവേ പോയിരിക്കുന്നു സൈഡിൽ കൂടെ. എവിടെയോ കണ്ടുമറന്നൊരു മുഖം. എടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിട്ട് വന്നിരിക്കുന്ന നല്ലതാ. എന്താ പരിപാടി? ഒന്നുമില്ല. അതങ്ങനെ ഉറപ്പ് നിനക്ക്? അത് പറ. ഞാൻ അന്ന് ഇപ്പൊ ലൈവില് കണ്ടിട്ടുള്ളൂ. പോരാത്ത എനിക്ക് അറിയാം ഈ സമയത്താ കേറ. ഒരു കണ്ടില്ലേ? എന്നെ കാണാൻ വേണ്ടി കേറിയതല്ലേ? എന്റെ അമ്മോ ശരിയായ പെങ്കുച്ച്. അതൊക്കെ അത്രേ ഉള്ളു. പിന്നല്ലേ ഗായ്സ്. അപ്പൊ ലൈക്ക് അടിക്കാതെ ഒന്ന് ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ചാ പെട്ടെന്ന് ലൈക്ക് അടിച്ച കുത്ത. ഞാൻ എത്ര നേരം പറഞ്ഞില്ല. ഒക്കെ പോട്ടെ. ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചാ? കഴിച്ചില്ല. ബൈ ബൈ. സമയം അഞ്ഞാടി ഞാനുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് ഇറങ്ങത്തില്ലേ? ഇപ്പോൾ എന്താ പറയുന്ന? എന്നെ കഴിക്കാനാ? ഇതെന്താ വിചാരിച്ചു? ഞാൻ ഇനി അന്നേക്കാളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓ നീയാണ് എനിക്ക് പനി വേണ്ട. എന്നിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് മോളെ? ഞാൻ അങ്ങനെ മറക്കുന്നില്ല. നിന്നെ മറക്കൂടെ? നിന്നെ മറക്കും തോന്നുന്നുണ്ടാ? നിന്റെ പേര് പറയാനാ? എടി നിന്റെ ഇത്രയും സൗന്ദര്യമുള്ള മുഖത്ത് നോക്കിട്ട് ഞാൻ പേരല്ല, ഞാൻ എന്റെ പേര് വരെ മറന്നുപോയി. ഞാൻ പിന്നെ അങ്ങനെ നിന്റെ സൂപ്പർ ഗ്ലൂ ഉണ്ടോ? എന്റെ തരണം. എന്താ വെച്ചാൽ നിന്നെ കണ്ടപ്പോ എന്റെ ഹാർട്ട് പൊട്ടിപ്പോയി. സോ ഒട്ടിക്കാനാ.
ഹലോ ഈടോ ചക്കര നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാൻ അന്നേരം അവളെ കണ്ട്. എടി നീയില്ലേ, നിന്നെ അതേപോലത്തെ ഒരു കസിൻ ഉണ്ട് എനിക്ക്. നടുവിൽ നിൽക്കുന്ന നമ്മുടെ ഏഞ്ചലിനെ പോലെ. എനിക്ക് പെട്ടെന്ന് അന്നൊരിക്കൽ പെട്ടെന്ന് എനിക്ക് അവളോട് ക്രഷ് തോന്നി കേട്ടാ. എന്റെ കസിനോട്. കാരണം എന്താണെന്നറിയോ, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായത് കൊണ്ട് നീയാന്ന് വിചാരിച്ചു ഞാൻ അവള്. എങ്ങോട്ട് ഞാനിപ്പോ ഉണ്ടാക്കിയതാ സംഗതി മൂഞ്ചലാന്നറിയാ. എന്നാലും